ഹായ് ഹലോ അസ്സാം വലൈക്കും. ഞാൻ ഷബാന. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായി സന്തോഷമായിട്ടിരിക്കുന്നു. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മീഷോന്ന് കുറച്ച് ബ്രേസ്ലെറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് കാണിച്ചു തരാം. പിന്നെ അതിന് മുന്നായിട്ട് എന്താ പറയുക, ഞാൻ ഇട്ടിട്ടുള്ള ഡ്രസ്സ് വന്നിട്ട് സൈലോർ എന്ന് പറഞ്ഞ മഞ്ചേരി, നമ്മുടെ മലപ്പുറത്തുള്ള മഞ്ചേരിയുള്ള ഒരു ഷോപ്പാണത്. അതിന് എടുത്ത ഡ്രസ്സാണ്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഹിജാബിന്റെ ട്യൂട്ടോറിയൽ ചെയ്യുമെന്നും. സത്യം പറയുന്നത് അങ്ങനെ ഷാൾ ഇടാനൊന്നും അറിയില്ല. ഞാൻ ചിലപ്പോൾ ഇടുമ്പോൾ ശരിയാവും, ചിലപ്പോൾ അത് കൊളാവും. അങ്ങനെയാണ് ഒരു എപ്പോഴും ഉള്ള ഒരു ഹിജാബ് സ്റ്റൈൽ ഇത് തന്നെയാണ്. അത് എനിക്ക് അങ്ങനെ ചെയ്യാനൊന്നും അറിയില്ല. കാരണം ചെയ്യുമ്പോൾ ചിലപ്പോൾ വേണ്ടത് ചെയ്യുമ്പോഴൊക്കെ കൊളാവും. നല്ല നമുക്ക് എങ്ങനെയെങ്കിലും ഇടുമ്പോൾ ശരിയാവും ചെയ്യും. അങ്ങനെ ഉള്ളത് അത് കറക്റ്റ് ആയിട്ടൊരു ഇതൊന്നും എനിക്കില്ല കേട്ടോ. ടർബൻ വെച്ചിട്ടാണ് ഞാൻ ചെയ്യല്. സെഹറ ഷംസീറിന്റെ ഹിജാബ് സ്റ്റൈലില്ല, അതാ ഞാൻ നോക്കല് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ എന്നെ സാധനങ്ങൾ കാണിച്ചു തരാൻ വാങ്ങിയിട്ടുള്ളത്. ഒരു 5-6 ബ്രേസ്ലെറ്റ്സ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്കത് ഞാൻ മുമ്പ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ മുമ്പ് വാങ്ങിയിട്ടൊന്നും ഇപ്പോഴും യാതൊരു കുഴപ്പമില്ല. പിന്നെ അതുമല്ല, ഞാൻ അങ്ങനെ വല്ലാതെ റെഫ്യൂസ് ചെയ്യലില്ല. അപ്പോൾ അതുകൊണ്ടാവും ചിലപ്പോൾ, എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം മീഷോത്തെ ജ്വല്ലറി വലിയ തിരക്കേടില്ല എന്ന് എനിക്ക് തോന്നി. അപ്പം അങ്ങനെ വാങ്ങിയതാണ്. ഞാൻ ഒരു 6 വാങ്ങിയിട്ടുണ്ട്. 6 അല്ല, 1 മാത്രം ഒരു ബാംഗിൾ ടൈപ്പ് സംഭവമാണ്. മറ്റേതൊക്കെ സാധാരണ നമ്മുടെ നോർമൽ ബ്രേസ്ലെറ്റിൽ പെടുന്ന സാധനങ്ങളാണ്. അപ്പം ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് വന്നിട്ട് ഇങ്ങനത്തെ ഒരു ബാംഗിളാണ് കേട്ടോ. ഒരു കടാ ടൈപ്പ് ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഒരു ബാംഗിളാണ്. നമുക്ക് വാച്ചിന്റെ കൂടെയൊക്കെ സ്റ്റൈൽ ചെയ്യാൻ പറ്റിയതാണ്. ഒരു ഗോൾഡൻ ഷെയ്ഡിലാണ് ഇത് വരുന്നത് കേട്ടോ. ഞാൻ ഇതിട്ട് കാണിച്ചു തരാം. ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഉണ്ടാവും. കാണാൻ നല്ല രസമുണ്ട്. കാണാൻ നല്ലൊരു സ്റ്റേറ്റ്മെന്റ് പീസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ സംഭവമാണ്. നല്ലൊരു കാഷ്വൽസിന്റെ കൂടെയൊക്കെ നമുക്ക് നല്ല അത്യാവശ്യം നന്നായിട്ട് തന്നെ സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ് കേട്ടോ. ഇതിങ്ങനെ ഇങ്ങനെ വരുന്ന സംഭവമാണ് കേട്ടോ. 2 ലെയർ ആയിട്ടാണ്. അടിയത്തെ ലെയർ കുറച്ച് ഭയങ്കര അങ്ങനെ കുറച്ച് കട്ടിയുള്ള ലെയറും, മേലുള്ളത് കുറച്ച് കട്ടി കുറഞ്ഞ ചെറിയൊരു കുഞ്ഞി വള പോലെ വരുന്ന ഒരു സംഭവമാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഇതിന്റെ റേറ്റ് വന്നിട്ട് 362 രൂപയാണ് ഇതിനായിട്ടുള്ളത്. ഇതെനിക്ക് അത്യാവശ്യം കുഴപ്പമില്ല തോന്നിയ ഒന്നാണ് കേട്ടോ. അടുത്ത് വന്നിട്ട് ഒരു ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ. ഇത് വാങ്ങിയതൊന്നും മോശം പറയാനൊന്നുമില്ല. എല്ലാം നല്ല മെറ്റീരിയലും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. എനിക്ക് തോന്നുന്നു അങ്ങനെ പെട്ടെന്ന് കളർ പോകുന്ന സംഭവം ഒന്നല്ല എന്നത്. ഇതും ഒരു നല്ല ഭംഗിയുള്ളൊരു ബ്രേസ്ലെറ്റ് തന്നെയാണ്. ഇതിലിങ്ങനെ ഞാൻ കാണിച്ചു തരാം. പിന്നെ ബ്ലൂ സ്റ്റോൺസ്, അങ്ങനെ ടാസിൽസ് പോലെ കിടക്കുന്ന സ്റ്റോൺസ് വന്നിട്ടുണ്ട്. നല്ല രസം ഇത് കാണാൻ കേട്ടോ. ഇത്രത്തോളം സൂം ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇത് മനസ്സിലാവുണ്ടോന്ന് എനിക്കറിയില്ല. ഞാൻ ഷോർട്സിൽ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ഇതും ഒരു നമ്മുടെ സ്കൈ ബ്ലൂവിന്റെ ഒരു സ്റ്റോൺ ഉണ്ടാവില്ലേ, അങ്ങനെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. അത് ഫസ്റ്റ് അത്യാവശ്യം നല്ല കട്ടിയുള്ള ഒരു ലെയർ ആയിട്ട്, പിന്നെ കട്ടി കുറച്ച് കുറഞ്ഞ ഒരു അങ്ങനെ ഒരു ചങ്ങല ചെയിൻ പോലെ സംഭവം വന്നിട്ട് അതിന് ബ്ലൂ ടാസിൽസ് ആണ് വരുന്നത് കേട്ടോ. ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ടാസിൽസ് ആണ്. നല്ല രസമുണ്ടതും കാണാൻ. കണ്ട പെട്ടെന്ന് ഗോൾഡ് പോലെ തോന്നും. ഇതിന്റെ റേറ്റ് വന്നിട്ട് 327 ഇതിന്റെ റേറ്റ് വന്നത്. പക്ഷെ എനിക്ക് ഞാൻ ഓൺലൈൻ പേയ്മെന്റ് ചെയ്യുമ്പോൾ വിഷുവിൽ കുറഞ്ഞ് കിട്ടും. അപ്പൊ അങ്ങനെ എനിക്കിത് 310 ഇത് കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അടുത്ത് വന്നിട്ട് ഇങ്ങനെ ബ്ലാക്ക് ഇങ്ങനെ ഒരു സ്റ്റോൺ അല്ല, ബ്ലാക്ക് ഷെയ്ഡ്, ഇങ്ങനെ ഒരു ഗോൾഡനിൽ ഇങ്ങനെ കുറച്ച് കട്ടിയുള്ള ഒരു ചെയിനിൽ പിന്നെ ബ്ലാക്ക് ഷെയ്ഡിൽ കുറച്ച് ഒരു ഷേപ്പുകൾ വന്നൊരു സംഭവമാണ്. ഈ ഒരു ഷേപ്പിന്റെ കുറെ മാല വള ഒക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് എനിക്ക് നല്ല ഇഷ്ടമാണ്. ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിന്റെ റേറ്റും 327 തന്നെയാണ്. സെയിം റേറ്റ് തന്നെയാണ്. ഇതും കയ്യിൽ കെട്ടിയാൽ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് നമുക്ക് വാച്ചിടുമ്പോഴൊക്കെ അതിന്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും. ഇത് നല്ല രസമുണ്ട്. ഇതും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത് വാങ്ങി നോക്കാവുന്നതാണ്. എനിക്ക് ആദ്യമൊന്നും ഇങ്ങനത്തെ സംഭവങ്ങളോടൊന്നും വലിയ ഇഷ്ടമില്ലായിരുന്നു. ഞാൻ അങ്ങനെ വാച്ചും റിംഗും മാത്രം ഉപയോഗിക്കുള്ളതിന്. പക്ഷെ ഇപ്പൊ എനിക്ക് ഇങ്ങനത്തെ ഓരോ സംഭവം കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ഈ ഇങ്ങനെ ബ്രേസ്ലെറ്റ് റിങ്സ് ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാനിപ്പോ ഇങ്ങനെ ട്രൈ ചെയ്യാൻ നോക്കലുണ്ട്. അപ്പോൾ ഇത് നല്ല രസമുണ്ട്. ഇത് നമുക്കൊന്ന് വാങ്ങി നോക്കാം കേട്ടോ. അടുത്ത് വന്നിട്ട് നല്ലൊരു ഡാർക്ക് ഗ്രീനിൽ വരുന്ന ഒരു ബ്രേസ്ലെറ്റ് ആണ്. ഇതും ഫസ്റ്റ് നമ്മൾ കഴിഞ്ഞ കാണിച്ചില്ലേ, അതിൽ പെട്ട ഒരു ചെയിൻ തന്നെയാണ് ഇതിനും. ഇത് അത്യാവശ്യം കുറച്ച് കട്ടിയുള്ള ഒരു ചെയിനാണ് കേട്ടോ. ഇത് നല്ല ഭംഗിയുണ്ട്. എനിക്ക് പച്ച കളർ കല്ലിൽ വരുന്നത് മാല വള സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമാണ് എനിക്ക് കാണുന്നത്. അപ്പൊ ഇത് നല്ല രസമുണ്ട്. ഇതൊരു ഓവൽ ഷേപ്പിൽ വരുന്ന കല്ലാണ് കേട്ടോ.
കല്ലിന് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ലതും കുഴപ്പമൊന്നുമില്ല. ഇതിന്റെ താഴ്ഭാഗത്ത് ഇങ്ങനെ ചെറിയൊരു ഒരു കിളിക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഒരു ഹാർട്ട് ഷേപ്പിലാണ് ഇത് വരുന്നത്. ഇതാണ് ഇങ്ങനെയാണ് സംഭവം വരുന്നത് കേട്ടോ. ഞാൻ ഇതിട്ട് കാണിച്ചു തരാം. ഇതാണ് കേട്ടത്. ഇതിന്റെ റേറ്റ് വന്നിട്ട് 332 രൂപയാണ്. എല്ലാം 300 ആ ഒരു റേഞ്ച് തന്നെ ഉള്ളൂ, അതിൽ കൂടുതലൊന്നുമില്ല. ഇപ്പൊ പുറത്തുനിന്ന് വാങ്ങുകയാണെങ്കിലും ആ ഒരു റേറ്റ് തന്നെ ഉണ്ട് ഇപ്പൊ ഈ സംഭവത്തിന്. അതിനെക്കാട്ടും കുറച്ച് കൂടുതല, എന്തായാലും കുറയൂല. അത്യാവശ്യം റേറ്റ് ഉണ്ട്. ഇങ്ങനത്തെ ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഇങ്ങനത്തെ ഈ ജ്വല്ലറിക്ക് അത്യാവശ്യം നല്ലോണം റേറ്റ് ഉണ്ട് പുറത്തൊക്കെ. എനിക്കത് വലിയൊരു കുഴപ്പമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഈ റേറ്റ് ഒന്നും. ഇനി അടുത്ത് കളിക്കാൻ പോകുന്നത് നമ്മളിപ്പോ കണ്ടത് കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് സംഭവമല്ലേ. ഇത് കുറച്ചും കൂടി പൊലിപ്പൊക്കെ ഉള്ള സംഭവം. നമ്മുടെ അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. ഇതാണ് കേട്ടോ. ഇത് ഇങ്ങനെ ഇങ്ങനെ ഇതിന് ഫ്ലവേഴ്സ് ആണ് തൂങ്ങി കിടക്കുന്നത്. ഇത് നല്ല ഭംഗിയുണ്ട്. ഇതിന്റെ ഫ്ലവേഴ്സിൽ ഇങ്ങനെ ആ ഒരു ഗോൾഡിന്റെ ഒരു എന്താ പറയാ, ഇതിന് ചെറിയൊരു ആ ഇതളിൽ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ വര സംഭവം പോകുന്നുണ്ട് കേട്ടോ. എങ്ങനെ പറയാൻ എനിക്കറിയില്ല. നമ്മള് ചിത്രമൊക്കെ വരക്കൂലേ, അപ്പൊ നമ്മള് പൂക്കൾ വരക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു കുത്തിര വരക്കൂലേ, ആ ഒരു സംഭവം ഇതിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാണിച്ചു തരാം. കണ്ടാൽ മനസ്സിലാവും എനിക്കറിയില്ല. നല്ല രസമുണ്ട് കാണാന്. ഉണ്ടോ ഇങ്ങനെ വരുന്നത് കേട്ടോ. ഇതിന്റെ റേറ്റ് 303 ഇതും നല്ല രസമുള്ള സംഭവമാണ്. ഇത് നമുക്ക് കൈമിട്ട കുറച്ചൊക്കെ ഇങ്ങനെ കാണും കേട്ടോ. കൈമിലിട്ടുകണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. പക്ഷെ കുറച്ച് ഇങ്ങനെ പതിഞ്ഞ് കിടക്കുന്ന സംഭവമല്ലേ, കുറച്ചും കൂടി ഇങ്ങനെ എടുത്ത് കാണുന്ന ഒന്നാട്ടോ. ഇതാണ് നമ്മുടെ ലാസ്റ്റ് വൺ വന്നിട്ടുള്ളത്. ഇത് നല്ല ഭംഗിയുള്ള ഒരു സാധനമാണ്. ഇത് രണ്ട് ലെയർ ആയിട്ട് വന്നിട്ടുണ്ട്. താഴെ വരുന്ന ലെയറിൽ ഇങ്ങനെ വൈറ്റ് സ്റ്റോൺസ് ആണ് വരുന്നത്. നല്ല ഭംഗിയുണ്ട്. അത്യാവശ്യം നല്ല ഷൈനിങ്ങും ഉണ്ട് ഈ സ്റ്റോൺസ് കാണാൻ. എല്ലാ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന ടസൽസിലും വൈറ്റ് സ്റ്റോൺസ് വരുന്നുണ്ട്. നല്ല രസം ഇത് കാണാൻ കേട്ടോ. ഇതിന്റെ റേറ്റ് 361 കേട്ടോ. കാണിച്ചു തരാം വേണ്ടിട്ട്. ഇങ്ങനെയാണ് ഇത് ഇട്ടാല് കാണുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ഇത് ഇട്ടാൽ കേട്ടോ. നല്ല രസം ഇത് കാണാന്, നല്ല ഭംഗിയുണ്ട്. ഇതാണ് അത് കേട്ടോ. ഇതാണ് ലാസ്റ്റത്തെ വീഡിയോ. ഒരു ചെറിയൊരു വീഡിയോ ആണ്, അങ്ങനെ വലുതായിട്ടൊന്നുമില്ല. എനിക്ക് വാങ്ങാൻ പൂതി തോന്നിയ കുറച്ച് ബ്രേസ്ലെറ്റ്സ് ഞാൻ വാങ്ങി. അപ്പൊ എങ്ങനെ കാണിച്ചു തന്നുള്ളൂ, വലിയ സംഭവമായിട്ടൊന്നുമില്ല. കുറച്ച് നേരത്തെ വീഡിയോ മാത്രം കേട്ടത്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാം നല്ല ക്വാളിറ്റി ഉള്ളതുണ്ട്. ഭയങ്കര സിമ്പിൾ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ബ്രേസ്ലെറ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പോയി വാങ്ങി നോക്കാം. നിങ്ങൾക്ക് വാങ്ങിയിട്ട് നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടമായതെന്ന് താഴെ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. അതുവരെയും അസ്സലാമു അലൈക്കും, ടാറ്റാ.